എന്ത് പറ്റി? അറിയില്ലല്ലോ ഏട്ടാ. ഞാൻ കുറെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം ഈവൻ ഫുഡ് ആയാലും എല്ലാം കൂടി ഞാൻ ഫിസിക്കലി ഡൗൺ ആയി. പിന്നെ ഇമോഷണലി പല കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ചിൽ പേഴ്സൺ ആണെന്നാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി ഇമോഷണലി ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവുന്നുണ്ട്. ഞാൻ കുറെ ഡൗൺ ആയിരുന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഷെയർ ചെയ്യാൻ എനിക്ക് ഓൾറെഡി അതിനകത്ത് ഫ്രണ്ട്സ് ഇല്ല. ഓൾറെഡി ഗ്രൂപ്പ്സും ഫ്രണ്ട്സും ഒക്കെ ഫോം ചെയ്തു. അത്ര ഈസി ആയിട്ടുള്ള ഗെയിം അല്ല, ഒരിക്കലുമല്ല. ഇത് കണ്ടുകൊണ്ട് ആരും അതിനകത്ത് പെട്ടിയെടുത്ത് പോകണ്ട, അതുപോലെ തിരിച്ചു പോകേണ്ടി വരും. ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. 22 ദിവസം അതിനുള്ളിൽ നിന്നു ഒരു വലിയ റെവലേഷൻ, ഒരു വെളിപാടൊക്കെ ഉണ്ടായില്ലേ? ഒരുപാട് ഉറപ്പായും. എന്തായാലും ഒരുപാട് സന്തോഷം. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇതുവരെ സപ്പോർട്ട് ഇപ്പൊ കുറച്ച് പേരെങ്കിലും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും താങ്ക്സ്. അത്രേ ഉള്ളൂ. ഞാൻ എന്റെ മാക്സിമം കൊടുക്കാൻ നോക്കി. ഇപ്പൊ ലാസ്റ്റ് ഈ വീക്കാണ് അൻസിബയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയി. എനിക്കൊരു ശരിക്കും ഒരു സിസ്റ്ററിനെ പോലെ ഒരു ഫീലിംഗ് എനിക്ക് അൻസിബോട് തന്നു. പിന്നെ നന്ദന, ഞങ്ങൾ എപ്പോഴും അടികൂടും, പക്ഷെ ഞങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ വീണ്ടും കൈപിടിച്ചിരിക്കും. പിന്നെ നോറയും നല്ല ഫ്രണ്ടാണ്. പിന്നെ ജിൻഡോ ചേട്ടൻ എനിക്ക് ശരിക്കും ഒരു അച്ഛൻ്റെ ഒരു ഫീലും. എനിക്ക് എപ്പോഴും ജിൻഡോ ചേട്ടനെ ഹഗ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ മിസ് ചെയ്യും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നല്ല കാര്യങ്ങൾ നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. ജീവിതം മുന്നോട്ട് നയിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.